എല്ലാവർക്കും നമസ്കാരം. ഞാൻ മത്സര മുരളി. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചേന മുളകുശ്യമാണ്. ചേന മുളകുശ്യം പലരും പലവിധം വെക്കും. ഞാൻ എൻ്റെതായ രീതിയിൽ ഞാൻ എങ്ങനെ വെക്കുന്നതെന്ന് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടത് ചേന, ഒരു കഷ്ണം ചേന ഞാൻ തൊലിയെത്തി വൃത്തിയായി കഴുകി ഈ വെള്ളത്തിലിട്ട് ഒന്ന് തിളപ്പിച്ച് ഊറ്റി വെച്ചേക്കുക. കാര്യം ചിലപ്പം ചൊറിഞ്ഞാലോ, നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ചേനയല്ലേ, അത് ചിലപ്പോൾ ചൊറിഞ്ഞാൽ എന്തോ ചെയ്യും. അതുകൊണ്ട് ഞാൻ തിളപ്പിച്ച് ഊറ്റി വെച്ചേക്കുക. തിളച്ച ഉടനെ ഊറ്റിക്കളഞ്ഞാൽ മതി, വേവിക്കാനൊന്നും നിൽക്കണ്ട. പിന്നെ ഒരു കഷ്ണം കുടംപുളി, ചിലർ കുടംപുളി ചേർക്കും, ചിലർ കുടംപുളി ചേർക്കത്തില്ല. പുളി ചേർക്കാതെ വെക്കുന്നവർ ചിലർ. പരിപ്പൊക്കെ ഇട്ട് വെക്കുമ്പം ചിലർ പുളി ചേർക്കത്തില്ല. ഇത് പരിപ്പൊന്നും ഞാൻ ഇടുന്നില്ല, പരിപ്പ് ചേർക്കാത്ത മുളകുശ്യം. ഇത് കുടംപുളി, കുരുമുളക് പൊടി, കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കറിവേപ്പില, വെളിച്ചെണ്ണ, ഇത്രയാണ് സാധനങ്ങൾ. ഞാൻ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. ഞാൻ അടുപ്പ് കത്തിച്ച് ഒരു മൺചട്ടി വെച്ചിട്ടുണ്ട്. മൺചട്ടിയിൽ ഉണ്ടാക്കിയാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. കാര്യം ഈ ചേന മുളകും കൂടെ ആകുമ്പോഴത്തേക്കും നല്ല ഗുണമുള്ള കാര്യമാണ്. നമുക്കാദ്യം ഈ ചേന അങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കാം. വേവാനും മാത്രം വെള്ളം ഒഴിക്കണം. നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഇതിന് കുരുമുളകാണ് ഏറ്റവും വേണ്ടത്. കുരുമുളക് പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ കറിവേപ്പില, എല്ലാം കൂടിയിട്ട് നമുക്കിതൊന്ന് വേവാനായിട്ട് വെക്കാം. ഉപ്പ് ഇച്ചിരൂടെ കഴിഞ്ഞിടാം. കാര്യം ഉപ്പ് ഇപ്പോഴേ ഇട്ടാൽ ചിലപ്പം കല്ലിച്ചു പോകും. നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഉപ്പിട്ട് കൊടുത്തിട്ടില്ലായിരുന്നു. കാര്യം ചേന ആയതുകൊണ്ട് നമ്മൾ ഉപ്പിട്ടാൽ ചിലപ്പോഴേ ശരിയാകത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഒരു കഷ്ണം പുളി എടുത്ത് വെച്ചിട്ടുണ്ട്. ആ പുളിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് നേരം കൂടെ ഒന്ന് അടച്ചിരുന്ന് വേവിക്കട്ടെ. നമുക്കൊന്ന് തുറന്ന് നോക്കാം. മുളകുശ്യം ഇത് പഥ്യക്കാർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മുളകുശ്യമാണ് ചേന മുളകുശ്യം, പരിപ്പിടാത്ത മുളകുശ്യം. കാര്യം ഈ പഥ്യം നോക്കുന്നവർക്ക് അതിൽ ഇച്ചിരി ഇന്ദുപ്പും കൂടെ ഇട്ട് കൊടുത്താൽ ഒന്നുകൂടെ ഔഷധ ഗുണമാണ്. കാര്യം കുരുമുളക്, ചേന ഇതൊക്കെ ഔഷധ ഗുണമുള്ള സാധനമാണ്. അപ്പം പഥ്യക്കാർക്കും ഇത് കൂട്ടാൻ പറ്റിയ ഒരു മുളകുശ്യമാണ് ചേന മുളകുശ്യം. നമുക്കിനി ഇത് റെഡിയായിട്ടുണ്ട്. നമുക്കിനി ഇച്ചിരി കരിവേപ്പില ഊരിയിട്ട് കൊടുക്കാം. കരിവേപ്പില ഊരിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചേന മുളകുശ്യം റെഡിയായിട്ടുണ്ട്. നിങ്ങളും ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കൂ.